17 വയസ്സിൽ 48-കാരൻ നടനുമായി നടി ബേബി അഞ്ജുവിന്റെ വിവാഹം. ശേഷമാണ് അറിഞ്ഞത് 4ാമത്തെ ഭാര്യയാണ് താനെന്ന്. മമ്മൂട്ടിയുടെ മകളായും ഭാര്യയായും മോഹൻലാലിന്റെ നായികയായും അഭിനയിച്ച ബേബി അഞ്ജുവാണ് നടന്റെ മോഹന വാഗ്ദാനങ്ങളിൽ വീണ് തകർന്ന് തരിപ്പണമായത്. രജനീകാന്തിന്റെ മുത്തുവിൽ പോലീസ് ഓഫീസറായും ജോഷിയുടെ ധ്രുവത്തിൽ ഹൈദർ മരക്കാർ എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ച കന്നഡ നടൻ ടൈഗർ പ്രഭാകറുമായി പരിചയപ്പെട്ടതാണ് നടി അഞ്ജുവിന്റെ ജീവിതം ദുരന്തപൂർണമാക്കിയത്. ടൈഗർ അഞ്ജുവിനോട് കാണിച്ച ഇഷ്ടവും അടുപ്പവും യഥാർത്ഥത്തിലുള്ളതാണെന്ന് നിഷ്കളങ്കയായ ആ കുട്ടി തെറ്റിദ്ധരിച്ചു. അതിന്റെ ഫലമായി 17ാം വയസ്സിൽ അവർ 48-കാരന്റെ ഭാര്യയായി. അധികം വൈകാതെ അർജുൻ എന്നൊരു കുട്ടിയും ഇവർക്ക് ജനിച്ചു. അഞ്ജുവിന്റെ അച്ഛനേക്കാൾ പ്രായമുണ്ടായിരുന്നു പ്രഭാകറിന് അന്ന്. വിവാഹിതനും 3 കുട്ടികളുടെ പിതാവുമായിരുന്നു ടൈഗർ എന്ന് അഞ്ജുവിന് അറിയാമായിരുന്നില്ല. 1.5 വർഷം മാത്രമേ ആ ദാമ്പത്യം നീണ്ടുനിന്നുള്ളൂ. ഇതിനിടയിൽ പ്രഭാകറിന്റെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് അറിഞ്ഞ അഞ്ജു സ്തംഭിതയായി. വിശ്വസിച്ച് ഒപ്പമിറങ്ങി വന്നയാളാണ് ഇതെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധം അബദ്ധ സഞ്ചാരങ്ങൾക്കുടമയായിരുന്നു അത്രേ പ്രഭാകർ. പിന്നാലെ അഞ്ജു അയാളുടെ 4ാം ഭാര്യയായിരുന്നു എന്ന സത്യം കൂടി താരം അറിഞ്ഞു. പ്രഭാകർ തന്നേക്കാൾ പ്രായമുള്ള 3 ആൺമക്കളുടെ പിതാവാണെന്ന് അഞ്ജു കണ്ടെത്തി. അതിൽ മൂത്തമകനായ വിനോദ് ഒരു ദിവസം അഞ്ജു താമസിക്കുന്ന സ്ഥലത്ത് വന്ന് സ്വയം പരിചയപ്പെടുത്തിയ ശേഷം താൻ ടൈഗർ പ്രഭാകറിന്റെ മകനാണെന്ന് പറഞ്ഞു. അപ്പോഴും വിശ്വസിക്കാൻ കഴിയാതെ സ്തംഭിച്ചു നിന്ന അഞ്ജു ടൈഗറിനോട് സത്യാവസ്ഥ തിരക്കി. അത് തന്റെ മകനാണെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചതോടെ അഞ്ജു ആകെ തകർന്നുപോയി. അതോടെ അവർ തമ്മിൽ കലഹങ്ങൾ ആരംഭിച്ചു. 3 മാസം പ്രായമുള്ള കൈക്കുഞ്ഞുമായി അഞ്ജു ആ വീടിന്റെ പടിയിറങ്ങി. ഇനി തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ലെന്ന് പറഞ്ഞാണ് അഞ്ജു അവിടം വിട്ടുപോയത്. പ്രഭാകർ പലകുറി തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അഞ്ജു പിന്നീട് അയാളുടെ വാക്കുകൾ വിശ്വസിച്ചില്ല. അതിനിടയിൽ അമിതമായി തടികൂടിയ അഞ്ജുവിന് സിനിമയിൽ അവസരം ലഭിക്കാതെയായി. തുടർന്ന് സീരിയൽ മേഖലയിലേക്ക് മാറിയ അഞ്ജു ജീവിതം മകനു വേണ്ടി മാത്രമാക്കിയതോടെ കുടുംബം കരകയറി. അവരിന്നും അഭിനയിച്ചു ജീവിക്കുന്നു, വളരെ സന്തോഷത്തോടെ. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.